എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതറിയണമെങ്കിലേ അവൻ്റെ മടി കയറി നോക്കേണ്ടി വരും. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എന്തോ കാര്യമായിട്ട് പണിയിലാണ്. എടാ അതിന് നിനക്കെന്താ, അവൻ പണി ചെയ്തോട്ടെ. അത്രയെങ്കിലും പണി നമുക്ക് കുറഞ്ഞല്ലേ കിട്ടുള്ളൂ. നീ നിസ്സാരമായിട്ട് കാണണ്ട. ഇവനൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കുള്ള വല്ല പണിയായിരിക്കും ഒരുക്കണത്. പോടാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പഴയകാല അനുഭവം വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല എന്താ നോക്കുന്നേ? ആഹാ, നിങ്ങളോ? അതെ, ഞങ്ങളാ. വേറെ ആരായിരുന്നു എന്നാ മനു വിചാരിച്ചത്? ഞങ്ങൾ വിചാരിച്ച് നിങ്ങളായിരിക്കും. എന്താ ഉടായ്പുണ്ടല്ലോ. എന്തുടായിപ്പ്? ചുമ്മാ ഓരോന്ന് പറയല്ലേ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെയൊന്നും കിടന്ന് കാണിക്കത്തില്ലല്ലോ. ഇത് കൊള്ളാലോ. ഞങ്ങൾക്കൊന്നും നടക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. എന്താ നിങ്ങളെ പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്കൊരു പ്രശ്നം വരാണ്ട് നോക്കിയാ മതി. താരെന്താ അങ്ങനെ പറഞ്ഞത്? വെറുതെ ഒരു ഓളത്തിൽ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ അല്ലേ? അതെ അതെ അതെ. മാടി. എടാ, ഇവളുമാര് പറഞ്ഞതിൽ എന്തോ ഒരു ഉൾക്കുത്തില്ലേ? എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് തോന്നണതേ ഇവരെല്ലാരും കൂടി ചേർന്ന് നമുക്ക് എന്തോ പണി തരാൻ പോകുന്നതാണ്. എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും? എന്താണേലും എന്താ, ഇതിലും വലിയ പണികൾ നമ്മൾ നേരിട്ടില്ല. ഇതും നമ്മൾ നേരിടും, ശക്തമായി തന്നെ നേരിടും. പിന്നല്ല. അല്ല, ഇതൊരുമാതിരി ചിട്ടി റോബോട്ടിന്റെ അവസ്ഥ പോലെയല്ലോ ജോണിതന്റെ കാര്യം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് 24/7 ടൈപ്പിങ്ങും ഇവിടെ ഭയങ്കര ഓഫീസ് ഡ്യൂട്ടിയിലാണല്ലോ. ഞാൻ കുറച്ച് നാൾ ഹെഡ് ഓഫീസിലായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് അധികം പെൻഡിങ് വർക്കുകളുണ്ട്, അതാണ്. ജോൺ ഇവിടെ ഇല്ലാത്ത സമയത്തേ തന്റെ പെൻഡിങ് വർക്ക്സ് ഒക്കെ തീർത്തത് ഞങ്ങൾ രണ്ടുപേരാ കേട്ടാ. അതെനിക്കറിയാം, അതിന് പ്രത്യേകം നന്ദിയുണ്ട്. ഇത് ഞാൻ തന്നെ ചെയ്തു തീർക്കേണ്ട വർക്കുകളായി, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ തലയിൽ കെട്ടി വെക്കായിരുന്നു. അയ്യടാ, സൗജന്യമായിട്ടേ വർക്ക് ചെയ്തിരിക്കുന്ന കലാപരിപാടി ഞങ്ങൾ അങ്ങ് നിർത്തി. സൗജന്യമായിട്ട് വേണ്ട, ചെലവെന്നാ പോലെ. അത് മാന്യമായ രീതിയിൽ അല്ലേടി? എന്നാ നിങ്ങളുടെ വർക്ക് നടക്കട്ടെ, എനിക്ക് കുറച്ചധികം വർക്ക് ഉണ്ട്. ഇത് ഇന്ന് തന്നെ തീർത്തേ പറ്റുള്ളൂ. എന്ത് പറ്റി? വല്ല ഡെഡ് ലൈൻ ഉണ്ടോ? ഡെഡ് ലൈൻ ഉണ്ടായിട്ടല്ല, പക്ഷെ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതെന്താ മറ്റു ചില കാര്യങ്ങള്? അതൊക്കെ സമയമാകുമ്പോൾ പറയുന്ന ആൾക്കാരാണ് നിങ്ങളോട് പറഞ്ഞോളൂ. അമ്പോ, വൻ സർപ്രൈസ് ആയിട്ടുള്ള ജോണ്. ഞങ്ങൾ ഇട്ടിക്കോ? പിന്നെ സാർ, പെൻഡിങ് ഫയലാണ്. ജോണേ, യുദ്ധകാല അടിസ്ഥാനത്തിലാണുള്ള വർക്കുകളൊക്കെ തീർക്കുന്നത്. തീർത്തല്ലേ പറ്റൂ. എടോ, താൻ ഇത്ര ധൃതി പിടിച്ച് വർക്കുകളൊക്കെ തീർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല അത് സാർ, എടോ താൻ പേടിക്കൊന്നും വേണ്ട. ഹെഡ് ഓഫീസിൽ നിന്ന് ആരും വിവരം ചോർത്തി തന്നൊന്നുമല്ല. എനിക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ വന്നു. ഓ, ഇപ്പോഴാണൊന്ന് സമാധാനമായത്. എടോ, റീസ്ട്രക്ചറിങ് ആണെന്നൊക്കെ ജോൺ പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് വമ്പൻ അഴിച്ചുപണിയാണല്ലോ. അതല്ലേ ഞാൻ സാറിനോട് പോലും പറയാൻ പറ്റായിരുന്നത്. ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് സാറിനോട് പറയാൻ പറ്റുമായിരുന്നല്ലോ, പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അഥവാ ഞാൻ സാറിനോട് പറഞ്ഞതെങ്കിൽ തന്നെ അതിൽ മെയിൽ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞാലില്ലേ. ഇതിപ്പോൾ എനിക്ക് സമാധാനമായി. അതെന്തോ? അല്ല, കുറച്ച് നാളെ നമ്മുടെ രസതന്ത്ര സിനിമയിൽ ഇന്നസെൻറ്റിൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക്. ആകെ കൂടി ഒരു വീർപ്പ് മുട്ടൽ. പുള്ളി സിനിമയിൽ മലയുടെ മേളിൽ കയറി അലറി വിളിച്ച് പറഞ്ഞൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഒരു കണക്കിന് താൻ അങ്ങനെ വിളിച്ച് പറയാതിരുന്നതൊക്കെ നന്നായി കേട്ടോ. അല്ല, ഇനിയിപ്പോൾ എന്താ സാർ പരിപാടി? അടുത്ത പരിപാടി നമുക്കൊരു ടീം മീറ്റ് വെച്ചിട്ടേ എല്ലാവരോടും കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാം. ഒഫീഷ്യലായിട്ട് ഈവനിങ്ങിന് മുമ്പ് അവർക്ക് മെയിൽ വരും, എന്നാലും അതിന് മുന്നേ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കാൻ കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് ഇപ്പം തന്നെ വിളിക്കുന്നുണ്ടോ? മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചിട്ട് ചൂടോടെ കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാൻ ചോളാം. ഓക്കെ, നല്ലത്. ഓക്കെ മതി. അപ്പം ഞാൻ സെറ്റ് ചെയ്യാം. ശരി. ഓക്കെ ശരി. നിങ്ങൾ ഇതൊരു ചായ കുടിച്ച് ഇവിടുന്ന് എനിക്ക് പോയില്ലേ? എൻ്റെ പൊന്നുമായ അത്ര നേരം അവിടെ പണിയിലായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. എന്റെ മനു, ഞാൻ വെറുതെ ചോദിച്ചതാണ്. ഓ, അല്ലെങ്കിൽ തന്നെ ആരൊക്കെയാണ് ഇവിടെ തമാശ പറയുന്നത്, കാര്യം പറയുന്നത്, ഞങ്ങൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കും അവിടെ. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവിടെ ഒരു ചുമ്മാ ചോദിക്കൽ. അതെ, ഇനി ചുമ്മാ ചോദിക്കുന്ന സമയത്താണെങ്കിലേ കുറച്ച് മുൻകൂട്ടി ഒരു നോട്ടീസ് തന്നാൽ നന്നായിരിക്കും. ഓക്കെ, അടുത്ത തവണ തൊട്ടേ നോട്ടീസ് ഞങ്ങൾ നേരത്തെ അയക്കാം. സന്തോഷം. എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ. അത്
അതിന് സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കൃഷ്ണ സാറോട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, അത് വിളിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവരും ഞാൻ. എപ്പോഴാണ് മീറ്റിംഗ്? ഇപ്പൊ തന്നെ ചെല്ലാനാ പറഞ്ഞു സാറ്. അതെന്താ അടിയന്തരമായിട്ടൊരു മീറ്റിംഗ്? ഏതാന്നൊക്കെ കൃഷ്ണ സാറാണ് നേരിട്ട് പറയുന്നതായിരിക്കും. മനുവിന് മീറ്റിങ്ങിന് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി, ഞാനത് സാറിനോട് പറഞ്ഞോളാം. ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്താ സംസാരിക്കണ്ടെങ്കിൽ കൃഷ്ണ സാറിനോട് ഞങ്ങൾ ഡയറക്റ്റ് സംസാരിക്കും. അതിന് ഞങ്ങൾക്ക് ഒരു ദൂതൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം മീറ്റിങ്ങിന് വരുമല്ലേ എന്തായാലും? എടാ എന്നാലും എന്തായിരിക്കും ഇപ്പം ഇങ്ങനൊരു മീറ്റിംഗ്? എടാ അത് എനിക്ക് എങ്ങനെ അറിയാനാ? പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പോയി നോക്കാല്ലേ? എടാ നീ ധൈര്യമായിട്ടിരിക്കും, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നീ വന്നേ. എന്നാ അത്രേ ഉള്ളൂ. ആ